നമസ്കാരം കൂട്ടുകാരെ. അപ്പോൾ കുറച്ച് നേരം മുന്നേ ഖാദി ബോർഡ് LDCയുടെ ഫൈനൽ ആൻസർ കീ വന്നിരിക്കുകയാണ്. അപ്പോൾ ഫൈനൽ ആൻസർ കീയിൽ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. 8 ചോദ്യങ്ങൾ ഡിലീറ്റ് ആയിരിക്കുകയാണ്. 8 ചോദ്യങ്ങൾ ഡിലീറ്റായി എന്ന് പറഞ്ഞാൽ PSC ഈ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് 8ൻ്റെ പണിയാണ് തന്നിരിക്കുന്നത്. ഏതാണ്ടൊരു നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്ത് 70 മേലേക്ക് സ്കോർ ചെയ്ത ആളുകൾ ഒരല്പം സമാധാനത്തോടുകൂടി ഇരുന്ന സമയത്താണ് ഇടിവെട്ടുപോലെ ഈ ഒരു ഫൈനൽ കീ വരുന്നത്. ഫൈനൽ കീയിൽ 8 ചോദ്യങ്ങൾ ഡിലീറ്റായി, ഒരു ചോദ്യത്തിൽ ആൻസർ ചേഞ്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ ഡിലീറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടിയ ചൂട് രേഖപ്പെടുത്തിയ സ്ഥലം എന്ന ചോദ്യമാണ്. അത് ഡിലീറ്റ് ആയിട്ടുണ്ട്. എന്താണ് കാരണം ഡിലീറ്റ് ആവാൻ എന്നെനിക്കറിയില്ല. മുങ്കേഷ്പൂർ ഡൽഹി എന്നത് ശരിയായ ഉത്തരം തന്നെ ആയിരുന്നു എന്നാണ് എൻ്റെ ബോധ്യം. അത് എന്തോ ഡിലീറ്റ് ആയിരിക്കുകയാണ്. പിന്നെ ഡിലീറ്റ് ആയൊരു ചോദ്യമാണ് 1991 സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായി ധനകാര്യ മേഖലയിൽ നടപ്പിലാക്കിയ പരിഷ്കരണങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയെക്കുറിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തി എഴുതുക എന്ന ആ ഒരു ചോദ്യവും ഡിലീറ്റ് ആയിരിക്കുകയാണ്. അടുത്ത ഡിലീറ്റായ മറ്റൊരു ചോദ്യമാണ് ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതെന്ന് കണ്ടെത്തുക എന്ന ചോദ്യം ഡിലീറ്റ് ആയിരിക്കുകയാണ്. അതുപോലെ തന്നെ താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരെ സംബന്ധിച്ച് പ്രസ്താവനകൾ തന്നിട്ടുള്ള ആ ഒരു ചോദ്യവും ഡിലീറ്റായി. പിന്നെ ഉമിനീരിൽ ഇറങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏത് എന്ന ചോദ്യം ഡിലീറ്റ് ആയിരിക്കുകയാണ്. അത് ന്യായമുണ്ട്, കാരണം ആ ഒരു ചോദ്യത്തിൽ ഉത്തരം അവർ ഓപ്ഷൻസിൽ കൊടുത്തിട്ടില്ല, അത് ഡിലീറ്റായി. അതുപോലെ തന്നെ ഇപ്പോഴത്തെ കേന്ദ്ര ആരോഗ്യമന്ത്രി എന്ന ചോദ്യം, അതിലും ഓപ്ഷനിൽ ശരിയായ ഉത്തരം നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ന്യായമായും ഡിലീറ്റ് ആവേണ്ട ഒരു ചോദ്യമായിരുന്നു അതും ഡിലീറ്റ് ആയിരിക്കുകയാണ്. അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത് അത് കണക്കിലെ ഒരു ചോദ്യമാണ്. കണക്കിൽ സ്ഥിരമായിട്ട് ഈയിടെ നമ്മൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് ഇങ്ങനത്തെ ചോദ്യങ്ങൾ വന്നാൽ അത് ഡിലീറ്റ് ആവാനാണ് സാധ്യത. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കണക്കിൽ ഈ രീതിയിലുള്ളൊരു ചോദ്യം നിങ്ങൾ ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു മാർക്ക് കുറച്ചതിന് ശേഷം മാത്രം പ്രൊവിഷണൽ കീ വരുമ്പോൾ നിങ്ങൾ കൂട്ടിയാൽ മതിയാവും. ആ ഒരു രീതിയിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്: ഒറ്റയാനെ കണ്ടെത്തുക. 53, 61, 43, 91 അതിൽ ഒറ്റയാനെ ആര് എന്ന് കണ്ടെത്താനുള്ള ചോദ്യം ഡിലീറ്റായി. പിന്നെ ഡിലീറ്റായ ഒരു ചോദ്യം അത് മലയാളത്തിൽ നിന്നുള്ളതാണ്. ചോദ്യം ഇതായിരുന്നു: ജലത്തിൻ്റെ പര്യായപദമല്ലാത്തത് അമൃതം, സലിലം, വാരി, നളിനം എന്ന ആ ഒരു ചോദ്യവും ഡിലീറ്റ് ആയിരിക്കുകയാണ്. അങ്ങനെ ഏതാണ്ട് 8 ചോദ്യങ്ങൾ, കറക്റ്റായിട്ട് പറഞ്ഞാൽ 8 ചോദ്യം ഡിലീറ്റായി. ഒരു ചോദ്യത്തിന് ആൻസർ ചേഞ്ച് വന്നിരിക്കുകയാണ്. ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ആ ചോദ്യം ഹി ഹാസ് ഹാർഡ്ലി എനി മണി എന്ന ആ ഒരു ചോദ്യം, അത് ആൻസർ ചേഞ്ച് വന്നിരിക്കുകയാണ്. അത് പ്രൊവിഷണൽ കീ അനുസരിച്ച് ഓപ്ഷൻ എ ഹാസ് ഹി ആയിരുന്നു ഉത്തരം. ഇപ്പോൾ അത് ഡസ് ഹീയിലേക്ക് മാറിയിട്ടുണ്ട്. അത് ന്യായമായിട്ടും ആൻസർ ചേഞ്ച് വരേണ്ട ഒരു ചോദ്യമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ ആളുകളും ഹാസ് ഹി എന്നൊരു ഓപ്ഷനിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഹാസ് എന്ന് പറയുന്നത് ഒരു മെയിൻ വെർബായിട്ട് പരിഗണിച്ചിട്ട് അവർ ഡസ് ഹി ഉത്തരത്തിലേക്ക് പോയിരിക്കുകയാണ്. അത് ശരിയായൊരു ആൻസർ ചേഞ്ച് ആണ് എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ മൊത്തത്തിൽ നോക്കിയാൽ 8 ചോദ്യങ്ങൾ ഡിലീറ്റ് ആവുകയും ഒരു ചോദ്യത്തിന് ആൻസർ ചേഞ്ച് വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു 70 മേലെ ഒക്കെ സ്കോർ ചെയ്ത് ഞാൻ സേഫ് ആണ് എന്ന് വിചാരിച്ചിരുന്ന ആളുകളൊക്കെ, അവരെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ മാർക്ക് പോയിട്ടുണ്ട്. മാർക്ക് പോയവരിൽ ഒരു 5 മുതൽ 7 മാർക്ക് വരെ പോയ ആളുകൾ നമുക്കറിയാം. നമ്മളുമായിട്ട് സംസാരിച്ചവരിൽ ഒരു 5 മുതൽ 7 മാർക്ക് വരെ ഒട്ടുമുക്കാൽ ആളുകൾക്കും പോയിട്ടുണ്ട്. അപ്പോൾ ഒരു 72 മാർക്കിലൊക്കെ നിന്ന ആളുകൾ നേരെ 67ലേക്കും 65 താഴേക്കും ഒക്കെ പോയിട്ടുണ്ട്. 70 മേലെ നിന്നിട്ട് 65 താഴേക്കൊക്കെ പോയ ആളുകളെ നമുക്കറിയാം. എന്നിരുന്നാലും ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. ഒരു ഇതിൽ ഈ ആൻസേഴ്സ് തെറ്റിച്ചിട്ട് കയറി വരുന്ന ആളുകളുണ്ട്. അവർക്ക് ഈ ഡിലീഷൻ കാരണം ഗുണമാണ് ഉണ്ടായിട്ടുള്ളത്. ശരിയായിട്ട് ആൻസർ വന്നിട്ട് ഡിലീഷനും ആൻസർ ചേഞ്ചും ഒക്കെ വന്നത് കാരണം മാർക്ക് ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയ ആളുകളുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ ഈ ഒരു സ്ഥിതി അനുസരിച്ചിട്ട് നല്ലവണ്ണം പഠിക്കുകയും പരീക്ഷയ്ക്ക് നല്ലവണ്ണം അറ്റൻഡ് ചെയ്യുകയും ചെയ്താൽ മാത്രം പോരാ, നല്ല ഭാഗ്യവും വേണം. നമ്മൾ ശരിയാക്കിയ ചോദ്യങ്ങൾ PSC ഡിലീറ്റ് ആക്കാതിരിക്കാനായിട്ട് നമ്മൾ നല്ലവണ്ണം പ്രാർത്ഥിക്കുകയൂടി വേണം എന്നുള്ളൊരു നിലയിലേക്കാണ് ഇപ്പോഴത്തെ PSC പരീക്ഷകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നല്ലവണ്ണം പഠിക്കുകയും നല്ല ഭാഗ്യമുണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുക തുടർന്നുള്ള പരീക്ഷകൾക്ക് വേണ്ടി. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.